അപ്പോൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതിൻ്റെ ഈ 100ഓളം വരുന്ന ഈ കാലഘട്ടത്തിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഈ മുസ്ലിം ഉമ്മത്തിലേക്ക് ചെയ്തതായ ഏറ്റവും വലിയതായ ഏറ്റവും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാനിനെ സംരക്ഷിച്ചു, അവർക്കുള്ള കർമ്മങ്ങളെ സംരക്ഷിച്ചു, അവരെ ആചാരങ്ങളെ സംരക്ഷിച്ചു. ഏതാചാരങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ട ആചാരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ വിശുദ്ധമാവുന്നതായ ആ തൗഹീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ ആ കർമ്മങ്ങൾ, അതിനെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ സംരക്ഷിച്ചു. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ മഹാനായ നേതാവ്, ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമ. ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഖവാത്തിറൊക്കെ വരുമല്ലോ, പല ചിന്തകൾ. ആ ചിന്തകൾ വരുമ്പോൾ അപ്പോൾ ഓർക്കൽ ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമാനെ മനസ്സുകൊണ്ട് ഓർത്താൽ ആ ഖവാത്തിറുകളൊക്കെ അവിടെ ഇല്ലാതെയാകും. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക. എല്ലാ ദിവസവും മൂപ്പർക്കൊരു ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ ഇബ്ലീസ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ അസ്തമയത്ത് ശംസുൽ ഉലമാനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഖവാത്തിറൊന്നും ഉണ്ടാവുകയില്ല. ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യൽ. ബഹുമാനപ്പെട്ടവരെ ഓർക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു മാനസികമായ അനുഭൂതി നിസ്കാരത്തിൽ കിട്ടും. അങ്ങനെയുള്ള മഹാനായ ശംസുൽ ഉലമ തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാര് എന്റെ കൊടിമരത്തിന്റെ പണിക്ക് കൂടുന്ന ആൾക്ക് 10 ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന് പറയുകയും അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുകയും അത് ആ കമ്മിറ്റിക്കാരടക്കമുള്ള ആളുകളുടെ അറിവോടുകൂടെ രേഖപ്പെടുത്തി വെച്ച് പോയ സംഗതി ഇപ്പോഴും പുസ്തകമായി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിപ്പോ എന്താ മറുപടി എന്ന് ആലോചിച്ചിട്ടാണ് ഈ കൗണ്ടർ റിഫോർമേഷന്റെ ആളുകൾ ഇങ്ങനെ വയറിളകിക്കൊണ്ടേയിരിക്കുന്നത്. അവർക്ക് നാരങ്ങക്കട്ടം കുടിച്ചാലൊന്നും ഈ സുന്നികൾക്ക് വയറിളകൽ നിൽക്കൂല. പണ്ടത്തെ മൊഹീദ്ദീൻ ശൈഖല്ല, ഇപ്പോഴത്തെ മൊഹീദ്ദീൻ ശൈഖ് എന്റെ കൊടിമരത്തിന്റെ പണിക്ക് കൂടിയ ആൾക്ക് 10 ഹജ്ജിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മിഞ്ഞാന്ന് മരിച്ചുപോയാണ്. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ സമ്മേളനം ഉണ്ടാവുമ്പോൾ എല്ലാ കൊല്ലവും അവിടെ പോകും. എല്ലാ കൊല്ലവും മഹാനവറുകൾ പറഞ്ഞില്ലേ, മക്കത്തുനിന്നൊരു പ്രകാശം കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെന്നാണ്. ഏതാണ് അതിന്റെ വ്യാഖ്യാനം നൽകപ്പെട്ടത്? അതിന്റെ ശേഷമാണ് ജാമിഅയുടെ നിർമ്മാണം നടന്നതെന്ന്. ജാമിഅ നൂരിയയുടെ നിർമ്മാണം നടന്നത്. എല്ലാ കൊല്ലവും പട്ടിക്കാട് പോകും. ഇവിടെ ദിക്കറടക്കുന്ന ദിവസമാണെങ്കിലും പട്ടിക്കാട് ജാമിഅ സമ്മേളനം ഉണ്ടായ പറയും പട്ടിക്കാട്ട് പോയിക്കോളി, അവിടെ പോയിക്കോളി, പട്ടിക്കാർക്ക് പോയിക്കോളി, ഇന്ന് എവിടേക്കല്ലേ വരണ്ടേ, പട്ടിക്കാർക്ക് പോയിക്കോളി. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനത്തിൽ പങ്കെടുത്താൽ 1 കൊല്ലത്തെ ദോഷം അല്ലാഹു പുറത്തു തരും. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനത്തിൽ പങ്കെടുത്താൽ 1 കൊല്ലത്തെ ദോഷം അല്ലാഹു പുറത്തു തരും. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനത്തിൽ പങ്കെടുത്താൽ 1 കൊല്ലത്തെ ദോഷം അല്ലാഹു പുറത്തു തരും. ഉസ്താദ് അവിടെ വരാറുണ്ട്. അവരെപ്പറ്റി പറഞ്ഞത്, ബഹുമാനപ്പെട്ടവര് ഇന്ന് ജീവിച്ചിരിപ്പുള്ളവര് കേരളത്തില് ഇൽമിന്റെ ബഹറല്ല, ബഹറുൽ ബഹറാണ് അവരെ ആ സ്ഥാനത്തേക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ അത്രയും ഇൽമുള്ള ഒരാളില്ല എന്നും ബഹുമാനപ്പെട്ടവര് പറഞ്ഞ്, അതുമാത്രമല്ല യഥാർത്ഥ ഖൗഫോട് ശുദ്ധിയോടുകൂടി ഒന്നോടുകൂടി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറുദോഷങ്ങൾ വരെ പൊറുക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നു എന്ന് അടുത്ത ആളുകൾ പറഞ്ഞു. ആകെയുള്ളൊരു തകരാറ് ദുന്യാവിനോടൊരു വലിയ മഹബത്ത് ഉണ്ടായിപ്പോയി എന്നാണ്. ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ പറ്റി മനസ്സിലാക്കി ദുന്യാവിനോട് വലിയ മഹബത്തുള്ള ആളാണ് ശൈഖുനാ ശംസുൽ ഉലമ. ആ ഒരു മഹബത്ത് മൂപ്പർക്ക് ഇല്ലെങ്കിൽ ലതാറഫിൽ ഹവ, ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നു. അവരോട് നമുക്ക് പറയാനുള്ളത് ദുന്യാവിനോടുള്ള യാതൊരു മഹബത്തും മൂപ്പർക്കില്ല. അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ മൂപ്പര് ആകാശത്തിൽ കൂടി പറക്കുകയെടുപ്പ് ചെയ്യണം. ഹയാത്ത് കാലത്തും ആകാശത്തിൽ കൂടി പറക്കാനൊക്കെ കഴിയണ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ. അവരോട് അടുത്തും കൊണ്ടിട്ട് അവരാരാന്ന് മനസ്സിലാക്കാൻ നമുക്കാർക്കും സാധിച്ചില്ല. അതാണ് നമുക്കൊക്കെ പറ്റിയതായ തെറ്റ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് സുന്നി പണ്ഡിതനായിക്കൊണ്ട് രംഗത്ത് വന്ന് ഇല്ലാത്ത കെട്ടുകഥകളും കറാമത്തുകളും കള്ളക്കറാമത്തുകളും അവതരിപ്പിച്ചുകൊണ്ട് സുന്നി പണ്ഡിതനായിക്കൊണ്ട് രംഗത്ത് വന്ന് ഇല്ലാത്ത കെട്ടുകഥകളും കറാമത്തുകളും കള്ളക്കറാമത്തുകളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുമ്പോൾ പാവപ്പെട്ട നിഷ്കളങ്കരായ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കും ഇതൊക്കെ തന്നെയാണ് ഈ കറാമത്തുകൾ, അല്ലാതെ യഥാർത്ഥ കറാമത്തുകളില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മതനിരാസത്തിലേക്ക് നയിക്കുന്ന പ്രവണതകളാണ് അല്ലെങ്കിൽ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാന്യമായി ഇസ്ലാമിനെ കുറിച്ച് വിലയിരുത്തേണ്ട അമുസ്ലിം സഹോദരന്മാർ പോലും ഇതൊക്കെയാണോ ഇസ്ലാം, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം
കള്ളപ്രചരണം നടത്തുന്ന ഇത്തരം ആളുകളെ നിയന്ത്രിക്കേണ്ട ആളുകൾ നിയന്ത്രിച്ചേ തീരൂ. മമ്പുറം തങ്ങളുടെ മൗലിദാണിത്. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ, സെക്രട്ടറി ആയിരുന്നല്ലോ. മഹാനവറുകൾ എഴുതിയ മൗലിദ്, ഇതിന്റെ 15ാമത്തെ പേജിൽ മഹാനായ മമ്പുറം തങ്ങളെ കുറിച്ച് പറയാണ്. മമ്പുറം തങ്ങളെ കുറിച്ച് ഇത് പറഞ്ഞപ്പോ ഒരാൾ പിന്നെ ചോദിച്ചു, ആ ചെറുപ്പത്തിലേറ്റ ധരിച്ചതാവും. ചെറുപ്പത്തിലൊന്നും ധരിക്കൂല, ചെറുപ്പത്തിൽ ധരിച്ചിട്ടുണ്ടാവും കേട്ടോ. വസോറ കുത്തുബുസ്സമാൻ, മമ്പുറം തങ്ങൾ കുത്തുബുസ്സമാനായി. അക്കാലത്തെ ഔസായി. فكان يلبس نحو المقصب والحرير من الملابس الفاخرة ويتختم بالذهب ويركب الخيول المرخطة. ഔസും കുത്തുബ് സമാനൊക്കെ ആയപ്പോ ഫകാന, അതിനുശേഷം അവർ ധരിച്ചു. എന്തിനെ ധരിച്ചു? സ്വർണത്തിന്റെ പ്രത്യേകമായ വസ്ത്രങ്ങൾ, പട്ടുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ. മാത്രമല്ല സ്വർണ്ണ മോതിരം ധരിച്ചു അവർ. മമ്പുറം മൗലിദാത് എന്താക്കുങ്ങള് പിരിച്ചുവിട്ട് പോകേണ്ടി വരും. ഇനി മടവൂർ ശൈഖുനയുടേതുണ്ട് പഴവച്ചര എല്ലാം കൂടെ ദിവസം കൂടി നിങ്ങൾക്ക് താങ്ങൂല. അപ്പൊ എന്താ നമ്മൾ ഈ പറയുന്ന അറിയങ്ങള്? ഞങ്ങൾ ഈ പറഞ്ഞു വരുന്ന വിഷയം മമ്പുറം തങ്ങൾ അങ്ങനെ ധരിച്ചു എന്ന് വന്നാൽ അത് അംഗീകരിച്ചു കൊടുത്തേക്കണം. ചോദ്യം ചെയ്യാൻ പോകരുത്. ഞമ്മക്ക് ധരിക്കാൻ പറ്റുമോ? പറ്റില്ല.